വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു. സോ മുടിയുടെ ഭാഗത്തുനിന്ന് ബോഡിയും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കുറച്ച് ഷോപ്പ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വമല്ല കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ കിടക്കുന്ന കാരണം ഇങ്ങനെ വന്നത്. ഇതാണ് ഈ ലവിൻ്റെ ഇത് പ്ലമ്മിൻ്റെ ആയിട്ടുള്ള ഒരു ബോഡി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് പെർഫ്യൂം കളക്ഷൻസാണ്. ഞാൻ ഇപ്പോഴും ഡെയിലി യൂസ് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടും ഞാൻ വീണ്ടും വാങ്ങിയിട്ട് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ബോഡി മിസ്റ്റുകൾ, അതുപോലെ തന്നെ പെർഫ്യൂംസുകളുടെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാൻ കാണിക്കുന്നത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ബോഡി മിസ്റ്റുകളാണ്. അപ്പോൾ അത് ഒന്നൊന്നായിട്ട് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമുകളിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ കമോൺ. ആദ്യത്തെ ബോഡി മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇത് ബെല്ല വിറ്റയുടെ ഡേറ്റ് വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി മിസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ ബോഡി മിസ്റ്റിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ബെല്ല വിറ്റയുടെ. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഇതുവരെ ആണെങ്കിൽ ബോഡി മിസ്റ്റുകളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണ്, ബെല്ല വിറ്റയുടെ ഈ ഒരു ഡേറ്റ് വുമൺ. ഇതിൻ്റെ ഒരു സ്മെല്ല് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. എന്താ ഒരു സ്വീറ്റ്, ഒരു വാനില അങ്ങനത്തെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് കുളിച്ചൊക്കെ കഴിഞ്ഞ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഉച്ച വരെയൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ഇതിൻ്റെ തന്നെ പെർഫ്യൂമും നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു പെർഫ്യൂമിനേക്കാൾ കൂടുതൽ ഞാൻ ബോഡി മിസ്റ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യണത്. കാരണം പൈസ കുറവും പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതും ഈ ബോഡി മിസ്റ്റിലാണ്. പെർഫ്യൂം ഞാൻ ഒരു വട്ടം വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തീർന്നു പോയത്. മാത്രമല്ല 400 താഴെയുള്ളൂ, എത്രയാണ് 350 വരുന്നുള്ളൂ. ഇത് അത്യാവശ്യം ഒരു 2 മാസം 1 മാസമൊക്കെ നിൽക്കുന്നുമുണ്ട്, ലോങ് ലാസ്റ്റിങ്ങും ആണ്. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇതാണ് കൂടുതൽ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ ഓർമ്മ വരുന്നത് ഈ ഒരു ഡേറ്റ് വുമൺ ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സെന്നോറിറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതും ബെല്ല വിറ്റയുടെ തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് വരുന്നത് വെച്ചാൽ ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ലാണ്. ഒരു ഫ്രഷ് ആയിട്ടുള്ള, നമുക്ക് കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഫ്രഷ്നെസ്സാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് പ്രിഫർ ചെയ്യാം. ഇതും അത്യാവശ്യം നല്ല ഒരു സ്മെല്ലാണ്, ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ല്. ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് രണ്ടുമാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള 2 ബോഡി മിസ്റ്റുകൾ. അടുത്ത ബോഡി മിസ്റ്റ് വന്നിട്ട് ഇതാണ് പ്ലമ്മിൻ്റെ വാനില വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു രക്ഷയും ഇല്ലാത്ത ഒരു ബോഡി മിസ്റ്റാണ്. എന്താ പറയുക, ഇതടിച്ചിട്ട് നമ്മൾ നടന്നു പോകാമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ബേക്കറിയുടെ ഒരു സ്മെല്ലാണ്. എന്ന് വെച്ചാൽ കേക്ക്, അതേപോലെ തന്നെ പുഡിങ്, ബിസ്ക്കറ്റ് അങ്ങനത്തെയൊക്കെ ഒരു സ്മെല്ലാണ്. ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ആൾക്കാർ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്താണ് അടിച്ചിട്ടുള്ളത് എന്നുള്ളത്. കറക്റ്റ് ഒരു കുക്കിയുടെയും കേക്കിൻ്റെയൊക്കെ സ്മെല്ലാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. പക്ഷേ ഇത്തിരി പൈസ കൂടുതലാണ്. മീൻസ് മറ്റേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇച്ചിരി പൈസ കൂടുതലാണ്. പിന്നെ ക്വാണ്ടിറ്റിയും കുറവായിട്ട് തോന്നി എനിക്ക് ചില സമയത്ത് ഇത് അടിക്കുമ്പോഴത്തേനും തലവേദന ഫീൽ ചെയ്യാറുണ്ട്. മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതാണ്. ചില സമയത്ത് എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കേ ഇത് അടിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വാങ്ങിക്കാവുന്ന സാധനമാണ്. അടുത്ത ബോഡി മിസ്റ്റ് വന്നിട്ട് ഇതാണ് ബാത്ത് ആൻഡ് ബോഡിയുടെ ഇൻ ടു ദ നൈറ്റ്. ഈ ബോഡി മിസ്റ്റിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫ്യൂമിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് ഇതിൻ്റെത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. പക്ഷേ ഇത് ഞാൻ ഭയങ്കര ലിമിറ്റഡായിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ബോഡി മിസ്റ്റാണ്. നമ്മുടെ പെർഫ്യൂം ഒന്നും വേണ്ട. ഇത് നമ്മളൊരു 2-3 വട്ടം ദേഹത്തോ അല്ലെങ്കിൽ ഡ്രസ്സിലോ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി വരെ ഇതിൻ്റെ സ്മെല്ലുണ്ടാകും. നമ്മളിപ്പോൾ വണ്ടിക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ശരിക്കും അത് ഫീലാവും. ശരിക്കും അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബോഡി മിസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഒരു 1000-ന് അടുത്തൊക്കെ വരുന്നുണ്ട്. ഓഫറിനൊക്കെ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചിട്ടൊക്കെ കിട്ടും. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങളിത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബോത്താണ്. ഈ ഒരു ഒറ്റ സാധനം മതി നിങ്ങൾക്ക് പെർഫ്യൂമും ബോഡി മിസ്റ്റ് എന്തോ ആയിക്കോട്ടെ. ബോഡി ലോഷൻ ഒന്നും ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് നിങ്ങൾ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് നല്ലൊരു സ്വീറ്റായിട്ടുള്ള ഒരു ലക്ഷറിയസ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ബോഡി മിസ്റ്റുകൾ എനിക്ക് ഇത് 4 എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ബോഡി മിസ്റ്റാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റും അതുപോലെ തന്നെ സെന്നോറിറ്റയും ഇത് രണ്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിലും കുറച്ചും കൂടി ഞാൻ പറഞ്ഞല്ലോ ഒരു കേക്കി സ്മെല്ലൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു വാനില വൈബ്സ് മേടിക്കാം. പിന്നെ ചിലപ്പോൾ തലവേദന വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ചെറുതായിട്ട് തലവേദന തോന്നിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ടെന്നാണെങ്കിൽ മാക്സിമം ഇത് മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. മൊത്തത്തിൽ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നാണെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വേണം എന്നാണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി ബാത്ത് ആൻഡ് ബോഡിൻ്റെ ഈ ഒരു സാധനം വാങ്ങിച്ചോളൂ. ഇനി നമുക്ക് പെർഫ്യൂംസുകൾ നോക്കാം.
അപ്പോൾ കറൻ്റ്ലി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണ ടൈമിൽ ഒരു ഇൻഫ്ലുവൻസർ ഇതുപോലെ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പെർഫ്യൂം. വേറെ ഏതുമല്ല, ഈ ഒരു സാധനമാണ്. ബോട്ടിൽ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ. കാറ്റലോൺ ലെൻറ്റൻ്റെ ഈ ഒരു വെറോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് പറയുകയാണെങ്കിൽ ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ലാണ്. ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ലോങ് ലാസ്റ്റിംഗ് അല്ല, ഒരു ഉച്ചവരെയൊക്കെ നിൽക്കും. അത്രയും ടൈം എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ സ്മെല്ല് വെച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്മെല്ലാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നൊരു 700 സംതിങ് ആണ് ഞാനിത് മേടിച്ചപ്പോഴത്തേനും. ഇപ്പോൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇത് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കേണ്ട ഒരു പെർഫ്യൂമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരു സിമ്പിളായിട്ടുള്ള പെർഫ്യൂമൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൻ്റെത്. പിന്നെ അടുത്ത പെർഫ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇത് ബെല്ല വിറ്റയുടെയാണ്, ഗ്ലാം വുമൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ആദ്യം യൂസ് ചെയ്തപ്പോൾ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ യൂസ് ചെയ്ത് വന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരുമാതിരി എന്താ പറയുക, ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ല് തന്നെയാണ്. പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു എന്താ പറയുക, ഒരു പാരിജാതം ഒരു കൈൻഡ് ഓഫ് ഫ്ലോറൽ സ്മെല്ലാണ് ഇതിന് വരുന്നത്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് ഞാൻ ഡെയിലി അടിക്കാറില്ല, ഇടയ്ക്ക് ഷഫിൾ ചെയ്ത് അങ്ങനെ അടിക്കാറാണ് പതിവ്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു 1000-നടുത്ത് വരുന്നുണ്ട്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്മെല്ല്. പിന്നീട് അടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ല് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം. അടുത്ത പെർഫ്യൂം വന്നിട്ട് ഇതാണ്. ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ, എൻവൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ എന്താ പറയുക, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇത് ചെറുതായിട്ടൊരു കുത്തുന്ന സ്മെല്ലാണ്. ഇടയ്ക്ക് ഞാൻ അടിക്കാറുള്ളൂ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. 2-3 വട്ടം ആകെ അടിച്ചു. ഇതിൻ്റെ സോഷ്യൽ മീഡിയാസിൽ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്മെല്ലാണെന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മീൻസ് ഈ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേനും ഒരു പെർഫ്യൂം കൊണ്ടുവരില്ലേ, അതിൻ്റെയൊക്കെ പോലത്തെയാണ്. പക്ഷെ ചില സമയത്ത് ഭയങ്കരമായിട്ട് കുത്തുന്ന സ്മെല്ല് പോലെ എനിക്ക് തോന്നി. പക്ഷെ അതിലവർ അത്ര കുത്തുന്ന സ്മെല്ലല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്കിതൊരു കുത്തുന്ന ഒരു സ്മെല്ലായിട്ട് തോന്നി. ഇത് ഒരു 135 ആ ഒരു റേറ്റിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെയൊക്കെ സ്മെല്ല് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. പക്ഷെ ചെറുതായിട്ടൊരു കുത്തുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അടുത്തത് വന്നിട്ട് കുപ്പി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ചിഗേൾ എന്നാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ പേര്. ഇതൊരു എന്താ ഈ ഒരു സ്മെല്ലിനെ പറയണത്, ഇതും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. സ്വീറ്റും അതുപോലെ തന്നെ ഒരു ഊതിൻ്റെയൊക്കെ പോലത്തെയൊക്കെ ഒരു സ്മെല്ലാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും ഒരു 1000 ബിലോ ആയിരിക്കണം. ഇതും എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് അടിക്കാറുള്ളൂ. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. രാവിലെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വരെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. ബോട്ടിൽ പോലെ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂമായിട്ട്. പിന്നെ ഉള്ളത് എനിക്കൊരു സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. മൂഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ സെറ്റ്. ഇതിൽ 4 എണ്ണം വരുന്നുണ്ട്. നമ്മുടെ ബെല്ല വിറ്റയുടെയൊക്കെ പോലത്തെ ഒരു സംഭവമാണ്. ഇതിലെനിക്ക് ഇതും പിന്നെ ഇതും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പെർഫ്യൂംസാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് അതിൻ്റെത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ ബ്ലൂ എടുക്കാം. ഇത് ബ്ലോസം. ഈ സെറ്റിൽ ആദ്യം വന്നേക്കണത് വുഡ്ലാൻഡ് ബ്ലോസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ബ്ലൂ കളർ കൊണ്ട് ഒരു അക്വ ടൈപ്പ് ഓഫ് സ്മെല്ലാണ് വരുന്നത്. പിന്നെ അടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനം കേട്ടോ, സ്ട്രോബെറീസ് ആൻഡ് ചാമ്പ്യൻ. ഇതിന് കറക്റ്റ് ഒരു സ്ട്രോബെറി പിന്നെ കറക്റ്റ് ഒരു ഫ്രൂട്ടി കൈൻഡ് ഓഫ് സ്മെല്ലാണ് വരുന്നത്. അത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഫ്രാഗ്രൻസ് ഒക്കെ എല്ലാത്തിൻ്റെയും സൂപ്പറാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ട്. ഇത് ഓൾമോസ്റ്റ് തീരാറായി അടിച്ചടി. പിന്നെ ഉള്ളത് ട്രോപ്പിക്കൽ വാനില. ഇതിന് കറക്റ്റ് ഒരു വാനില കേക്ക് ആ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലാണ്. ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു പെർഫ്യൂമിന് വരുന്നത്. അടുത്തത് വന്നിട്ട് വൈറ്റ് മസ്ക് ആൻഡ് റോസ്. ഇതിനും ഏകദേശം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഇത് രണ്ടും
ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഏകദേശം ഈ ഫസ്റ്റത്തെ അതിൻ്റെ പോലത്തെ ഒരു സ്മെല്ലാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പെർഫ്യൂം കളക്ഷൻസ്, അതുപോലെ തന്നെ ബോഡി മിസ്റ്റ് കളക്ഷൻസ്. നിങ്ങൾക്കപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസിൽ വരുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ.